ഇന്നത്തെ മാംഗല്യം സീരിയൽ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് താൻ ചെന്ന് വീടാൻ പോകുന്ന ഒരു ചതിക്കുഴിയിലേക്കെന്ന് അറിയാതെ ചീച്ചി തരുന്ന ജ്യൂസും മേടിച്ച് കുടിച്ചുകൊണ്ട് അവന്തികയുടെ പിറകെ പോകുന്ന നമ്മുടെ അനഘയും അനഘ കിട്ടുന്ന വലിയ പണിയും ജീവിതം തന്നെ തുലയ്ക്കാനാകുന്ന പണിയിലേക്ക് ചേച്ചി കൊണ്ടുവന്ന അനഘ ഇടുന്നതാണ് വലിയൊരു കാര്യം എന്ന് പറയുന്ന ഹൈലൈറ്റ്. അപ്പം അതുകൂടാതെ തന്നെ നമ്മുടെ സന്ദീപ് ആതിരയുടെ ചെവിക്കലിനിട്ട് ഒരെണ്ണം കൊടുത്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്നത്. കാരണം നിനക്ക് അങ്ങനെ അനഘയുടെ കാര്യം കാണുമ്പോൾ നിനക്ക് അത്ര വലിയ വെപ്രാളം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ വയറ്റിൽ കിടന്ന് കൊച്ചുമായിട്ടങ്ങ് മാറിത്തരാം, നീ അനഘയായിട്ടങ്ങ് ജീവിച്ചോ സന്ദീപേ, അതാണല്ലോ നിന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നിനക്കൊണ്ടല്ലോ ബാക്കി വന്നിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒറ്റ അടി എന്താണ് നമ്മുടെ ആതിരയുടെ ചെവിക്കലിന് കൊടുത്തിട്ട് പോവാണ്. ഇനി ആ വീട്ടിൽ ഒറ്റയ്ക്ക് ആതിര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആതിരയ്ക്ക് ഇനി എന്ത് തീരുമാനം എടുക്കാൻ തോന്നുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ സീരിയലിൻ്റെ വലിയ ഹൈലൈറ്റ് അതാണ്. അപ്പം ഇന്നത്തെ ഡീറ്റെയിൽ റിവ്യൂ നോക്കാം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ മീരയെട്ടെത്തി വൃന്ദാവനത്തെ വിളിച്ച് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, അവൾ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ ആതിരയുടെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ, ഇനി അവൾ അങ്ങോട്ടേക്ക് വിളിക്കാനും നിൽക്കണ്ട, അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞാനൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ ഉണ്ടല്ലോ, നോക്കിക്കോളാം എന്നിട്ട് സംസാരിച്ച് അകത്ത് കയറി എന്താണ് ഡൈനിങ് ഹാളിനകത്ത് ഈ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാവർക്കും അങ്ങ് ചെയ്യുമ്പോഴാണ് കുളിച്ചൊരുങ്ങി നല്ല പച്ച പട്ടുപാവടയൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് നമ്മുടെ അനഘ താഴേക്ക് ഇറങ്ങി വന്നത്. അനഘ ഇറങ്ങി വന്നത് മീരേട്ടത്തി കാണുമ്പോൾ മീരേട്ടത്തി ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോകുന്നു? ഞാൻ അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതായത് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനും കൂടെ വരത്തില്ല എന്നോ അനഘെന്ന് പറയുമ്പോൾ, അയ്യോ ഞാനൊന്നും തീരുമാനിച്ചില്ല ഏട്ടത്തി, ഇത് ഇന്നലെ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് എല്ലാ കാര്യത്തിനും മാപ്പ് പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്ക് അമ്പലത്തിൽ പോവാം, നമുക്കൊരു സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാമല്ലോ. ശരിയാ, മനസ്സിന് ഒത്തിരി ദുഃഖങ്ങളുണ്ട്, എല്ലാത്തിനും എന്താണ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചില്ലേ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു മീരെടുത്തേ. കാരണം ചേച്ചിയുടെ മനസ്സ് മാറണേ നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ ചേച്ചിയുടെ മനസ്സ് മാറി. എത്രയൊക്കെ പറഞ്ഞാലും ഇതൊക്കെ പറയാൻ നമ്മുടെ മീരയുടെ മുഖത്ത് ചേച്ചി അമ്പലത്തിലേക്ക് വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മീരയ്ക്ക് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്. കാരണം അനഘ വിശ്വസിക്കുന്ന അവന്തിക അല്ല അവന്തിക എന്ന കാര്യത്തെക്കുറിച്ച് നല്ല ഉറപ്പുണ്ട് നമ്മുടെ മീരയ്ക്ക് പോലും. അപ്പം മീര എന്താണ് ഇതിനകത്ത് എന്തോ ചതി ഉണ്ടല്ലോ, ഇവിടെ തന്നെ ചതിക്കാൻ പോകുന്ന പാവം അറിയാതെ എന്താണ് പോയി ആ ചതിക്കുഴി തന്നെ വീഴാൻ പോവാന്നോ എന്നൊരു ആശങ്കയോട് കൂടെ തന്നെ അനഘയെ നോക്കുന്നെങ്കിലും അനഘ ഇതൊന്നും മനസ്സിലാക്കി നിഷ്കളങ്കമായിട്ട് പറയുകയാണ്, ചേച്ചിയുടെ മനസ്സ് മാറാൻ നമ്മൾ പ്രാർത്ഥിച്ച പോലെ തന്നെ എല്ലാം നടന്നു കിട്ടി. ചേച്ചി എന്തായാലും എൻ്റെ അടുത്ത് എല്ലാത്തിനും മാപ്പും പറഞ്ഞ് ഇന്ന് എന്നെ കൊണ്ട് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിരിക്കുക. എൻ്റെ ചേച്ചിയെ പഴയ പോലത്തെ ചേച്ചിയായി തന്നെ എനിക്ക് കിട്ടി, എനിക്ക് സന്തോഷം, എനിക്കിനി വേറെ ഒന്നും തന്നെ വേണ്ട, ദൈവത്തിൻ്റെ മുന്നിൽ പോയി നന്ദി പറയണം ഏട്ടത്തി എന്ന് പറയുന്നുണ്ട്. ഞാൻ വിളിക്കാഞ്ഞതല്ല കേട്ടോ, ഇത് നേരത്തെ അറിയാമെങ്കിൽ ഞാൻ ഏട്ടത്തിയും കൂടെ കൂട്ടിയേനെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് ഇതൊക്കെ കേട്ട് മീരയ്ക്ക് ഭയങ്കര ഡൗട്ടിനകത്ത് നിൽക്കുമ്പോഴാണ് അനഘ വേറൊരു കാര്യം കൂടെ പറയുന്നത്. അതായത് എത്രയൊക്കെ പറഞ്ഞാലും ഞാനും ചേച്ചി ഒരു വയറ്റിൽ നിന്ന് ഇറങ്ങി വന്നവരല്ലേ, ഒറ്റ വയറ്റിനകത്തുനിന്ന് പ്രസവിച്ചതല്ലേ ഞങ്ങൾ രണ്ടുപേരും. അപ്പം എത്രയൊക്കെ വാഗൊണ്ട് എന്നെ ചതിക്കും എന്നൊക്കെ പറഞ്ഞാലും ആ വാഗൊണ്ട് പറയുന്ന ചേച്ചിക്ക് മനസ്സുകൊണ്ട് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. എൻ്റെ അടുത്ത് അത്ര സ്നേഹം, ഞാനല്ലാതെ പിന്നെ ചേച്ചിക്ക് വേറെ ആരാ ഉള്ളത്, ചേച്ചിക്ക് എന്നെ ഒരിക്കലും ചതിക്കാൻ കഴിയത്തില്ല പറയുമ്പം മീര ചേച്ചിക്ക് ചതിക്കാൻ പറ്റത്തില്ല എന്നതിൻ്റെ ആ ഒരു പുച്ഛഭാവവും എന്നാൽ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു എന്ത് പറയാൻ, ഈ കുട്ടി മണ്ടിയാകാൻ പോവാണല്ലോ എന്ന് അറിഞ്ഞിട്ട് തന്നെ അത് ആ കുട്ടിയോട് പ്രകടിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വൈക്ലമ്യത്തിനകത്ത് ആ മുഖഭാവം വെച്ചുകൊണ്ട് അങ്ങനെ എന്താണ് നമ്മുടെ മീര നിൽക്കുവാണ്. മീര നിൽക്കുമ്പോഴത്തേക്ക് ഇതും കണ്ടോണ്ട് അവന്തിക മാസ്റ്റർ പ്ലാനോട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് നീ ഒരുങ്ങിയ മോളെ എന്ന് ചോദിച്ചിട്ട് വരുമ്പോഴത്തേക്കും മീരേനെ ഒന്ന് നോക്കുന്നോട് അടിമുടി. അതായത് ഈ ഇവളെ ഇത്ര വിശ്വസിച്ചു എന്നുള്ള സംസാരം മീരയുടെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അവന്തികയ്ക്ക് ഞാൻ ജയിച്ചു എന്നൊരു മട്ടിനകത്ത് മീരേനെ നോക്കുന്ന ഭാവവും ചതിക്കാൻ പോകുക എന്നുള്ളതിൻ്റെ എല്ലാ മുഖഭാവത്തിൻ്റെ ലക്ഷണവും മീര എന്താണ് അവന്തികയുടെ മുഖത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് മീരയ്ക്ക് വീണ്ടും ടെൻഷനാവുകയാണ്. നേരെ അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് ഇറങ്ങണ്ടേ വേഗം എന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടെ അടുക്കളയിൽ പോവാണ് നമ്മുടെ അവന്തിക്ക്. പോയിട്ട് ഒരു ജ്യൂസ് എടുത്തോണ്ടില്ല, മോളെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേ ഒത്തിരി താമസിച്ചല്ലോ, നീ രാവിലെ ഒന്നും കഴിച്ചില്ല, നീ ഒരു കാര്യം ചെയ്ത് നീ ഈ ജ്യൂസും കൂടി എന്ന് പറയുമ്പോഴത്തേക്ക് ചേച്ചി തന്ന ജ്യൂസല്ലേ, ചേച്ചി പണ്ടത്തെ പോലെ തന്നെ ചേച്ചി എന്നെ സ്നേഹിക്കാൻ തുടങ്ങി ആ വിശ്വസിച്ച് ആ ജ്യൂസ് എടുത്താൽ കൊടുക്കുകയാണ്. പക്ഷേ ഇന്നലെ അവന്തിക പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടതാണ്, ഐ ലവ് മൈസെൽഫ്, എനിക്ക് ഞാൻ കഴിഞ്ഞിട്ടും എൻ്റെ ജീവിതം കഴിഞ്ഞിട്ടേ മറ്റൊരു കാര്യമുള്ളൂ. അതിനിപ്പോൾ അനിയത്തി ആവട്ടെ ഇനി വേറെ ആരായാലും അവന്തിക തന്നെയാണ് പ്രാധാന്യം എന്ന് പറഞ്ഞ അവന്തിക ഇന്ന് അത് തെളിയിച്ചിരിക്കുവാണ്. അങ്ങനെ ആർക്കാൻ കൊണ്ടുവന്ന ആട്ടിൻകുട്ടിക്ക് വെള്ളവും തണ്ണിയൊക്കെ കൊടുത്ത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകും, അതുപോലെ വെള്ളവും തണ്ണിയൊക്കെ കൊടുത്ത് ആർക്കാൻ കൊണ്ടുവന്ന ആട്ടിൻകുട്ടിയായിട്ട് സ്വന്തം അനിയത്തിയായ അനഘയെ കെട്ടി ഒരുങ്ങി എന്താണ് ചേച്ചി ചതികളെല്ലാം വഴിയിൽ ഓരോ ഭാഗവും തന്ത്രപൂരം മെനഞ്ഞ് ഒരുക്കി വെച്ചിട്ട് അനിയത്തെയും കൊണ്ട് ചേച്ചി പോകുവാണ്. അങ്ങനെ ഇത് പോകുമ്പോൾ തന്നെ മീരയ്ക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇവരെയും പിന്തുടർന്ന് എന്താണ് മീര അങ്ങ് കാറിനകത്ത് ഈ അവന്തികയും അനഘയും കൊണ്ട് എന്താണ് മോൾ കയറിയിരിക്കുന്ന എന്നിട്ട് പോകുമ്പോഴത്തേക്കും മീര എന്താണ് അവിടെ വഴി കാത്തുനിന്ന് വണ്ടിയും കിട്ടുന്നില്ലല്ലോ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഓട്ടോ എന്ന ഓട്ടോയ്ക്കും കൈ കാണിച്ച് നേരെ ആ കാറിൻ്റെ പിറകെ വിട്ടോ എന്ന് വന്നിട്ട് നേരെ പോകുമ്പോഴത്തേക്കും അമ്പലത്തിൽ തന്നെയാണ് ഈ അവന്തിക എന്താണ് അനഘയും കൊണ്ട് കയറുന്നത്. അങ്ങനെ അമ്പലത്തിനകത്ത് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവിടെ പുറത്ത് തങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അനഘ പറയുന്നു, ചേച്ചി എനിക്ക് ഭയങ്കര ശരീരത്തിന് ഭയങ്കര ക്ഷീണം തോന്നുന്നു, എന്താണെന്നറിയാത്തൊരു ക്ഷീണം തോന്നുന്നു എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ഇവിടുത്തെ അമ്പലത്തിൽ എന്താണ് നമ്മൾ ഈ പുകയും ഇതൊക്കെ കൊണ്ട് നമ്മൾ നേരത്തെ ഒന്നും കഴിക്കാതൊക്കെ ഇറങ്ങിയതല്ലേ, അതുകൊണ്ടാക്കി മോൾ ഒരു കാര്യം ചെയ്യും, മോൾ കാറിൽ ചെന്ന് റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞിട്ട് കാറിലേക്ക് എന്താണ് അനഘയെ പിടിച്ചെത്തിയിട്ട് ഈ അവന്തിക അവിടെ പുറത്തുനിന്ന് തന്നെ കോൾ ചെയ്യുവാണ്. അതൊക്കെ നോക്കി ആരും ഇപ്പോൾ നമ്മുടെ മീരെടുത്തി അവിടെ
ഓട്ടോയ്ക്കകത്ത് പതുങ്ങി തന്നെ ഇവരുടെ ചുറ്റിനും തന്നെ നടപ്പുണ്ട്. അപ്പോഴത്തേക്ക് അനഘയെ അവിടെ കാറിനകത്താക്കിയിട്ട് അവന്തിക്ക് കോൾ ചെയ്തിട്ട് എന്താണ് പറയുന്ന അജയൻ്റെ അടുത്താണ് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഓട്ടോ ഉണ്ട്, ആ ഓട്ടോയിലാണ് ഇവളെ കയറ്റി വിടേണ്ടത്. അപ്പോൾ ഉടൻ തന്നെ എന്താണ് അവന്തിക്ക് വന്നിട്ട് ആ ഫോൺ കട്ട് ചെയ്തിട്ട് കോൾ എന്താണ് കട്ട് ചെയ്തിട്ട് ഈ കാറിൻ്റെ ഡോർ വന്നിട്ട് മോളെ ഒന്നും പുറത്തിറങ്ങി ഒരു കാര്യം ചെയ്യും, ചേച്ചിക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലം വരെ പോകുന്നുണ്ട്, മോൾ ഈ ഇവിടെ വന്ന് ഞാൻ ഒരു ഓട്ടോ പിടിച്ചിരാം, ഓട്ടോയ്ക്കകത്ത് മോൾക്ക് ക്ഷീണോ നല്ല വെച്ചാൽ മോൾ നേരത്തെ വീട്ടിൽ പോയി കിടന്ന് റെസ്റ്റ് എടുത്തു, ചേച്ചി അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് എത്തിക്കോളെന്ന് പറയുമ്പോഴത്തേക്കും പാവം ഈ അനഘ എന്താണ് ചേച്ചി ചതിക്കൊന്നും ഇല്ലയെന്ന് വിശ്വസിച്ച് അങ്ങ് വിശ്വസിക്കുകയാണ്. കാരണം ഇനി ഒരിക്കലും അജയനായിട്ട് കല്യാണം നടത്തത്തില്ല എന്നല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ അതൊന്നും കാണത്തില്ല എന്ന വിശ്വാസത്തിന് അത് പുള്ളിക്കാരി എന്താണ് ആ ഒരു ഓട്ടോയ്ക്കകത്ത് മനഃപൂർവ്വം ഈ അജയൻ സെറ്റാക്കി വെച്ച ഓട്ടോ തന്നെയാണ്, ആ ഓട്ടോയ്ക്കകത്ത് അങ്ങ് കയറ്റി അങ്ങ് വിടുവാണ്. ഈ കയറ്റി വിടുന്നത് നമ്മുടെ മീരടുത്തേക്ക് സംശയം ഓട്ടോയുടെ പിറകെ പോകുമ്പോഴത്തേക്ക് ഓട്ടോ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയിലല്ല പോകുന്നത്, ഒരു കുറുക്ക് വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ തല കറങ്ങുന്നത് കൊണ്ട് ഭയങ്കര മയക്കം വരുന്നത് കൊണ്ടും ഒന്ന് തെളിച്ച് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ആ ഓട്ടോ ഒരു ഭാഗത്ത് നിർത്തുമ്പോഴത്തേക്കും ആ ഒരു കാട്ടിൽ നിന്ന് 2 സ്ത്രീകളും കൂടെ ഓട്ടോയിൽ ചാടി കയറുമ്പോൾ മീരയ്ക്ക് ഡൗട്ട് ഉറപ്പായി കഴിഞ്ഞു, ഇത് എന്താണ് കിഡ്നാപ്പ് ചെയ്താന്ന് ഉറപ്പായി കഴിഞ്ഞതും നമ്മുടെ സച്ചിനെയും അർച്ചനയും വിളിച്ച് എന്താണ് ഈ കാര്യങ്ങൾ പറയുവാണ്. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ അർച്ചന എന്താണ് ചെന്നിട്ട് മീരടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞതും തന്നെ, സച്ചേട്ടാ ഇന്ന് എന്താണ് അനഘേനെ എന്താണ് കല്യാണം കഴിപ്പിക്കാൻ പോകാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഈ അജയൻ്റെ തന്നെ പ്ലാനാന്ന് തോന്നുന്നു, ഒരു ഓട്ടോ തട്ടിക്കൊണ്ട് പോകുന്നു പറയുന്നത് മീരേട്ടി പറയുന്നുണ്ട്. മീരേട്ടി അവരുടെ പിറകെ തന്നെ ഉണ്ട്. അച്ഛനെ ബാ നമുക്ക് ഉടനെ ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഇത് കേൾക്കുവാണ്. എങ്ങനെയെങ്കിലും നമുക്ക് അനഘയെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നത് മാത്രം നമ്മുടെ ആദരവിക്കുന്നു. ആദരം പറയും, അനഘയ്ക്ക് എന്ത് സംഭവിച്ചാൽ ഇവർക്ക് എന്താ, എൻ്റെ ചേച്ചി ആരും എന്നെ സംബന്ധിച്ച് ആരും അനഘയുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് നമ്മുടെ ആദര മനസ്സിൽ പറയുന്നുണ്ട്. ഗർഭിണിയൊക്കെ അല്ലേ, അപ്പം ഇച്ചിരി സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ മനസ്സിൽ കാണും, അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു അഭിപ്രായം പറയുന്നത്. ഉടൻ തന്നെ കാരണം അല്ലെങ്കിൽ സച്ചി അർച്ചനയും പോകുന്നതിനകത്ത് എന്താണ് സന്ദീപ് പോകുന്നതിനകത്ത് മാത്രം പ്രശ്നമുള്ളത്, ഓക്കെ ഭാര്യ എന്ന രീതിയിൽ മനസ്സിലാക്കാം. പക്ഷേ സച്ചി അർച്ചനെ പോലും പോകുന്നതിനകത്ത് എന്താണ് നമ്മുടെ അനഘയുടെ കാര്യത്തിന് വേണ്ടി പോകുന്നതിന് നമ്മൾ ആദരിക്ക് താല്പര്യമില്ല. അത് പറഞ്ഞിട്ട് എന്താണ് സന്ദീപും കൂടെ അവരുടെ കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും ആതിര വന്ന് തടഞ്ഞു നിർത്തുവാണ്, വാതിൽ തുറക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ ആരും പോകണ്ട, അനഘയുടെ കാര്യത്തിന് നിങ്ങൾക്ക് എന്തിനാ എത്ര അത്യാവശ്യം, അനഘയ്ക്ക് വേണ്ടി ആരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ്ട, ഞാനാ പറയുന്നത്, ഞാൻ ആരെയും വിടുന്നത്, നീ ഒന്ന് മാറ്, നീ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് എന്ത് പറ്റി, അനഘയുടെ കാര്യത്തിന് നീ എന്തോ ഈ പറയുന്നത്, നിനക്ക് വന്നിട്ടെല്ലാം പറഞ്ഞുതരാം, നീ ഒന്ന് മാറ്, പോയില്ലെങ്കിൽ ജീവിതം അവൾക്ക് എന്താ സംഭവിച്ചത്, നിങ്ങൾക്കൊക്കെ എന്തോ, നിങ്ങളൊക്കെ എന്തിനാണ് അനഘയുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങി ഇവിടുന്ന് ഓടിപ്പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഉടനെ പറയുമ്പോഴത്തേക്കും സന്ദീപൻ എന്താണ് രംഗം വഷളായി മനസ്സിലായപ്പോഴത്തേക്കും സന്ദീപ് ആതിരയൊന്നും പിടിച്ച് വെച്ചുകൊണ്ട് കഥ തുറന്നു കൊടുത്തിട്ട് ഏട്ടത്തി ചേട്ടൻ അങ്ങ് വേഗം നോക്കും, ഞാൻ നിങ്ങളുടെ പിറകെ വന്നോളാം. അപ്പം അവർ നോക്കിക്കോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം ഇവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ അവിടെ നേരവും ഇല്ല, അതിന് മുന്നേ അവർക്ക് പുറപ്പെടണം. അങ്ങനെ അവർ രണ്ടുപേരും മുന്നേ പോകുമ്പോഴത്തേക്കും ആതിരയും സന്ദീപ് മാത്രമേ ഉള്ളൂ. സന്ദീപ് പോകണ്ടെന്നാ പറഞ്ഞത്. സന്ദീപിന് എന്തിനാണ് ഇത്ര അനഘയുടെ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംഭവിച്ചേക്കുമ്പോൾ ഇത്ര വിഷമിരിക്കുന്നത്, സന്ദീപിന് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ എന്ന് പറയുമ്പോഴത്തേക്കും നീ ഒന്ന് മാറാതിരി, നിനക്ക് ഇപ്പം പറഞ്ഞാൽ ഒന്നും മനസ്സിലാത്തില്ല, ഞാൻ പോയിട്ടൊന്നും ഇതിനടുത്ത് എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാമെന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് പോയിട്ടൊന്നും കേൾക്കണ്ട, ഇപ്പം കേൾക്കുന്നത് മതി, അവൾ ഒരു ആപത്തിന് അവളെ രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ, അവൾക്ക് എന്ത് സംഭവിച്ചാൽ നിനക്കെന്തോ, എന്നാൽ ഒരു കാര്യം ചെയ്യും, സന്ദീപിന് അവളുടെ കാര്യം അത്ര വലിയ കാര്യമാണെങ്കിൽ ഞാനും എൻ്റെ വയറ്റിൽ കിടക്കും തൻ്റെ കുഞ്ഞുമായിട്ടങ്ങ് മാറിത്തരാം, നീ അവളുമായിട്ടങ്ങ് പോയി ജീവിച്ചാൽ പോരെ, അതല്ലേ നിനക്ക് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും സന്ദീപിനങ്ങ് ദേഷ്യം വരുവാണ്. കാരണം ഒന്നാമതേ റിലേ തട്ടി നിൽക്കുന്ന സമയമാണ്. സന്ദീപ് ഒറ്റയടി എന്താണ് ആദ്യയുടെ ചെവിയിൽ വെച്ച് അങ്ങ് കൊടുക്കുകയാണ്, ചെവിക്കലിനിട്ട് ഒറ്റയടി പൊട്ടിച്ചിട്ട് ആതിരയ്ക്ക് സങ്കടം സഹിക്കാൻ പോയി, എന്നെ ഇവക്ക് വേണ്ടി അടിച്ചു വന്ന സങ്കടത്തിൻ്റെ ആ ഒരു മനോഭാവത്തെ ആതിര നിൽക്കുമ്പോഴത്തേ ഞാൻ നിൻ്റെ അടുത്ത് വന്നിട്ട് ഇതിനുള്ള ബാക്കി മറുപടി ഞാൻ നിനക്ക് വന്നിട്ട് പറയുമ്പോൾ നിനക്ക് മനസ്സിലാവും ഇത് എന്തിനാണ് നിനക്ക് ഞാൻ തന്നേന്നുള്ള കാര്യം അപ്പം നിനക്ക് മനസ്സിലാവുന്ന വെച്ചിട്ട് സന്ദീപ് എന്താണ് ആതിരയെ പിടിച്ച് മാറ്റിയിട്ട് എന്താണ് ഡോർ അടച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുവാണ്. അങ്ങനെ ഇവർ 2 ആൾക്കാരുടെ കാറും എന്താണ് നേരെ ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് പോകുന്നത്. മീരടുത്ത് പറഞ്ഞത് ഞാൻ എങ്ങോട്ടേക്ക് നോക്കട്ടെ എന്നിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങ് പോകുമ്പോൾ മീരേട്ടത്തി എന്താണ് ഒരു വീടും അമ്പലം ചെന്ന പോലെ പരിസരത്തിലേക്ക് ഇവർ ആ ഓട്ടോ നിൽക്കുന്ന കണ്ട. അങ്ങനെ അതിൻ്റെ ബാക്ക് വശത്തെ മതിലിൽ കൂടെ മീരേട്ടത്തി മെല്ലെ മെല്ലെ പോകുമ്പോഴത്തേക്കും അവിടെ എന്താണ് അനഘയുടെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് എന്താണ് നമ്മുടെ അവന്തികയുടെ കോള് ഈ പറയുന്ന അജയഘോഷം എന്നാ, അജയഘോഷേ നീ പറഞ്ഞ പോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്, എൻ്റെ അനിയത്തിനെയാണ് ഞാൻ നിനക്ക് പകരം തന്നത്, നീ പറഞ്ഞ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യും, അതിന് ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത്, ചേച്ചി കാർ എടുത്തിട്ട് നെല്ലിശ്ശേരി ചെല്ലുമ്പോഴത്തേക്കും ചേച്ചിക്ക് കിട്ടാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കിട്ടിയിരിക്കുന്നു പറയുമ്പോഴത്തേക്കും നീ സത്യമാണെന്ന് പറയുന്നത്, ഞാൻ പകരം തന്നേക്ക് എൻ്റെ അനിയത്തിയുടെ ജീവനാണ്, എൻ്റെ അനിയത്തിയുടെ ജീവിതമാണ്, ചേച്ചി പെണ്ണും കെട്ടി ജീവിക്കാൻ പോകുന്ന എനിക്ക് എന്തിനാ ഈ ഡോക്യുമെൻറ്റ്സും കച്ചടയൊക്കെ, അതൊക്കെ ഞാൻ ചേച്ചി വഴി പോലെ ഏൽപ്പിക്കും, ചേച്ചി അവിടെ എത്തുന്നതിന് മുമ്പേ കിട്ടും എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ മുന്നോട്ടേക്ക് പോയിട്ടും ഡോക്യുമെൻറ്റ്സ് കിട്ടാത്ത ടെൻഷനകത്താണ് അവന്തിക. അപ്പോഴത്തേക്ക് എന്താണ് പറയുന്നുണ്ട് വീണ്ടും കോൾ വിളിക്കുന്ന മുമ്പ് എൻ്റെ ആളിവിടെ എത്തിക്കഴിഞ്ഞു, അതായത് അപ്പോഴത്തേക്കും അനഘ എത്തിക്കഴിഞ്ഞു. അപ്പോഴത്തേക്കും പറയും ചേച്ചിയുടെ പിറകിലേക്ക് ചേച്ചി ഒന്ന് കാറ് നിർത്തിയിട്ട് നോക്കി, ചേച്ചി ഡോക്യുമെൻറ്റ്സ് ചേച്ചിയുടെ പിറകെ വരുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബൈക്കിൽ ഒരുത്തൻ വന്ന് ഹെൽമെറ്റ് ഇട്ടവൻ ഈ അവന്തിയുടെ കയ്യിൽ എന്തോ പേപ്പേഴ്സ് ഏൽപ്പിക്കുന്നുണ്ട്. ഉടനെ എന്താണ് അവന്തിക്ക് കോൾ ചെയ്തിട്ട് ഇതൊക്കെ ഒറിജിനൽ തന്നെയാണോ അതോ നിൻ്റെ കയ്യിൽ വല്ല ഫോട്ടോ കോപ്പി ഉണ്ടോ, ചേച്ചി എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനിയിപ്പം നമ്മൾ എന്താണ് ബന്ധുക്കാരായില്ല, പിന്നെ എന്തിനാ ചേച്ചിക്ക് നേരെ എനിക്കൊരു ബ്ലാക്ക് മെയിലിൻ്റെ ആവശ്യം, അതൊന്നുമില്ല, അത്ര വൃത്തിയിട്ടവനല്ല അജയ് ഘോഷ്. പിന്നെ ഇതിൻ്റെ നടുക്കൊക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇങ്ങനെ
പിന്നെ വരുന്ന സമയത്തിനകത്ത് ഇവള് എന്താണ് ചാടി എങ്ങനെ ഓട്ടോയിൽ നിന്ന് എങ്ങനെ ചാടുമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ചാടത്തൊന്നുമില്ല, ഞാൻ എന്തായാലും അവൾക്കതിനുള്ള രീതിയിൽ മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും മയക്കുമരുന്നൊന്നും കലക്കി കൊടുക്കാൻ ചേച്ചിയെ പഠിപ്പിക്കണ്ടല്ലോ, കുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കണ്ടല്ലോ, ചേച്ചി ഇതിനകത്ത് ബെസ്റ്റ് എക്സ്പേർട്ട് അല്ലേ, മയക്കി കിടത്താൻ വേണ്ടിയിട്ട് വല്ല മരുന്ന് കലക്കി കൊടുക്കുന്ന വല്ല പാഠം നടത്തണമെങ്കിൽ അതിന് ഏറ്റവും വലിയ എക്സ്പേർട്ട് ടോക്കിന് ചേച്ചിയെ വിളിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് കളയുമ്പോൾ, നീ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ കാര്യങ്ങൾ നടന്ന് കിട്ടുന്നത്, ഇതല്ലാതെ അപ്പുറത്ത് എൻ്റെ കയ്യിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒരു കാര്യം കാണാൻ പാടില്ല അജയ് കശ്യപ്, എന്നാൽ പിന്നെ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറയുമ്പോൾ ചേച്ചി ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അനഘ വെള്ളം കുടഞ്ഞ് അവർ ഉണത്തുവാണ്. ഇനിയിപ്പോൾ 1/2 മണിക്കൂറുണ്ട് മോളെ, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്, നിൻ്റെ അജയേട്ടൻ തന്നെയാണ്, നമ്മുടെ കല്യാണം എന്ന ദിവസം 10:30-ക്കും 11-ൻ്റെ ഇടയ്ക്കാണ് കല്യാണം, അപ്പോൾ ഇനിയിപ്പോൾ 1/2 മണിക്കൂറുണ്ട്, ഒരു 20 മിനിറ്റ് ഉണ്ട്, ആ 20 മിനിറ്റ് നിങ്ങൾ പോയി ഇവിടെ നല്ല ഭംഗിയായിട്ട് അങ്ങ് മണവായിട്ട് ഒരുക്കിക്കൊണ്ട് വാ, സൂക്ഷിച്ച് കൊണ്ടുപോകണേ എൻ്റെ പെണ്ണാന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ അനഘയെ കൊണ്ടുവന്ന് ഒരുക്കാനായിട്ട് ആൾക്കാർ പോകുമ്പോഴത്തേക്കും അനഘയ്ക്ക് നെട്ടിയിരിക്കുവാണ്. കാരണം ഇവൻ്റെ മുന്നിൽ കല്യാണത്തിന് ഞാൻ വന്ന് പെട്ടു, എന്നാൽ ഫുൾ മയക്കം തെളിഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്ന് ഉണർന്ന് വരുമ്പോഴത്തേക്കും ഈ മീര എടുത്ത് ആ സ്ഥലം കണ്ടുപിടിച്ച് ആ സ്ഥലത്തിലേക്ക് നമ്മുടെ സച്ചി അർച്ചന എല്ലാവരും വരുവാണ്. ഇവിടെ ആതിരയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും കരച്ചിലായിട്ട് ആതിര നിൽക്കുന്നതും കാണിക്കുന്നത്. അങ്ങനെ കതിർ മണ്ഡപവും എല്ലാ സെറ്റപ്പും കണ്ടില്ലേ, ഞാൻ എല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് അജയ് ഘോഷ് അവളെ ടോട്ടലി ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുവാണ്. ആ ഒരു ടോർച്ചറും കണ്ടെന്നാലും ഇതിനകത്തൊന്നും അവിടെ കല്യാണത്തിന് എത്തിയോ നടന്നോ ഒരു ഭാഗത്തിൻ്റെയും ഒരു വിഷമവും ഇല്ല. നമ്മുടെ അവന്തിക കാറി എനിക്ക് കിട്ടാനുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടിയല്ലോ, ഇനി അവരാവട്ടെ അവരുടെ കാര്യമാവട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും മീര കറക്റ്റ് ഫോൺ വിളിച്ച് എത്തിയ ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോഴത്തേക്കും ഇനി എന്താ സംഭവിക്കുന്നത്, മീര അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതും സച്ചി അർച്ചന കാർ അടുത്തെത്താറായി കഴിഞ്ഞ് അതിനകത്ത് ഈ അജയ് ഘോഷ് കതിർ മണ്ഡപത്തിനകത്ത് പെണ്ണൊരുങ്ങി വരാനായി കാത്തു നടക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്